പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിന് 4 കിലോമീറ്റർ തെക്കുമാറി തമിഴ്നാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമീണ പ്രദേശമാണ് പെരുമാട്ടി. പെരുമാട്ടി, മൂലത്തറ, പട്ടഞ്ചേരി, തത്തമംഗലം എന്നീ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമത്തിന് 60 കിലോമീറ്ററോളം വിസ്തീർണമുണ്ട്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് തമിഴ്നാട്ടിലൂടെ ഒഴുകി അതിർത്തി കടന്ന് കേരളത്തിലേക്ക് വരുന്ന ശോകനാശിനി പുഴയുടെ തെക്ക് ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറായി പെരുമാട്ടി സ്ഥിതി ചെയ്യുന്നു. മലയാള ഭാഷാ ചരിത്രത്തിന് പുതിയ അർത്ഥം രചിച്ച തുഞ്ചത്ത് എഴുത്തച്ഛൻ 3 പതിറ്റാണ്ടോളം ജീവിച്ചതും പിന്നീട് സമാധിയായതും ഈ ഗ്രാമത്തിന്റെ വടക്കേ അതിർത്തിയിലെ ശോകനാശിനി പുഴയുടെ തീരത്ത് വെച്ചാണ്. പഞ്ചായത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് 7 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് പെരുമാട്ടി എന്ന് കൊല്ലവർഷം 1085 കർക്കിടകം 25-ാം തീയതിയിൽ തയ്യാറാക്കിയ ലിത്തോ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് അണപ്പാടം എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലേക്ക് കച്ചവട ആവശ്യത്തിനായി ധാരാളം കാളവണ്ടികൾ ഈ പ്രദേശത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവർ വിശ്രമത്തിനായി തമ്പടിച്ച സ്ഥലമാണ് ഇന്ന് നാം വണ്ടിത്താവളം എന്ന പേരിൽ വിളിക്കുന്നത്. വിളയോടി, നമ്പൂരിചള്ള എന്നിവിടങ്ങളിൽ പണ്ഡിത ശ്രേഷ്ഠന്മാർ താമസിച്ചിരുന്നതായും അവരുടെ ശിക്ഷണം നേടാനായി കാഞ്ചീപുരം, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നിന്ന് പലരും വന്ന് താമസിച്ചിരുന്നതായും ചരിത്രരേഖകളിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ തുഞ്ചത്താചാര്യൻ തൊട്ടടുത്ത ശോകനാശിനി പുഴയുടെ തീരത്ത് ആശ്രമം സ്ഥാപിച്ച് താമസിച്ചതും ഇതുകൊണ്ട് തന്നെയാകാം. വേമ്പ്ര എന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേപ്പുമരവും അപസ്മാര കോവിലുമുണ്ട്. അപസ്മാര രോഗശമനത്തിനായി ജാതിമത ഭേദമന്യേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും ധാരാളമായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. പുരാതന കാലം മുതലേ മതസൗഹാർദ്ദം നിലനിന്നിരുന്നതിന് ഉദാഹരണമാണ് വണ്ടിത്താവളം, ചിന്നമീരാൻ പള്ളി എന്നിവിടങ്ങളിലായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചന്ദനക്കുടം മഹോത്സവം. ഇതുപോലെ അയ്യപ്പൻ കോവിലിൽ നടത്തപ്പെടുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലും എല്ലാ മതവിഭാഗക്കാരും പങ്കുചേരുന്നു. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രാദേശിക ഉത്സവങ്ങളും ഇവിടെ നടത്തിവരാറുണ്ട്. നന്ദിയോട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശൂരസംഹാരം എന്ന ഉത്സവവും 2ാം വിളവെടുപ്പിന് ശേഷം പൊങ്കൽ ഉത്സവങ്ങളും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മൂലത്തറ വില്ലേജിൽ തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവമായ പട്ടിപ്പൊങ്കലും നടത്തിവരുന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥിതിയിൽ കർഷക തൊഴിലാളി പ്രശ്നങ്ങളും ഉച്ചനീചത്വങ്ങളും കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കൊച്ചു ഗ്രാമം കൂടിയായിരുന്നു പെരുമാട്ടി. മുൻകാലങ്ങളിൽ പാട്ടനെല്ല് ജന്മിയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് ഉണക്കി അവരുടെ പാട്ടപ്പറയിൽ അളന്ന് പത്തായത്തിൽ കൊട്ടിക്കൊടുക്കുന്ന വ്യവസ്ഥിതി നിലനിന്നിരുന്നു. തൊഴിലാളികൾ കൂലി കൂടുതലിനും കുടിയിരിപ്പ് അവകാശത്തിനു വേണ്ടി നിരന്തരം സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ച ചരിത്രവും ഈ മണ്ണിനുണ്ട്. പട്ടഞ്ചേരി ഗ്രൂപ്പ് പഞ്ചായത്തിൽ ഉൾപ്പെട്ടിരുന്ന ഈ പ്രദേശം 1948 മെയ് 15-ന് പെരുമാട്ടി പഞ്ചായത്തായി രൂപം കൊണ്ടു. മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഇന്നും 2ാം വിളവെടുപ്പിന് ശേഷം ജാതിമത വിവേചനമില്ലാതെ കർഷകരും കർഷക തൊഴിലാളികളും പൊങ്കൽ എന്ന ഉത്സവം നടത്തിവരുന്നു. അതിനോടനുബന്ധിച്ച് നാടൻ കലാരൂപങ്ങളായ പൊറാട്ട നാടകവും ആര്യമാല, രാജ ഹരിചന്ദ്ര, സത്യവാൻ സാവിത്രി തുടങ്ങിയ ചവിട്ട് നാടകങ്ങളും നടത്തിവരുന്നുണ്ട്. ചിരപുരാതനമായ നിരവധി ഐതിഹ്യങ്ങളുടെ അകമ്പടിയുള്ള പെരുമാട്ടി ഗ്രാമത്തിന്റെ ചരിത്ര അവശിഷ്ടങ്ങൾ ഇന്ന് തുലോം കുറവാണ്. ദ്രാവിഡ ദേവതാ സങ്കല്പത്തിന്റെ ഉദാഹരണമായി ചോണർ പള്ളവും അമ്പലപ്പറമ്പുമെല്ലാം പോയ കാലത്തെ ഈ നാടിന്റെ ജൈന സംസ്കാരത്തിന്റെ മാതൃകയായി നിലനിൽക്കുന്നുണ്ട്. പുരാതന കാലത്ത് സംസ്കാരഭരിതമായ ചരിത്രമാണ് പെരുമാട്ടി ഗ്രാമത്തിന് പറയുവാനുള്ളത്. അതിനടിസ്ഥാനമായി പല സർവേ നമ്പറുകളിലായി ചമണർ, പള്ളം, പാലിപ്പറമ്പ്, നീലിപ്പറമ്പ് തുടങ്ങി നിരവധി പേരുകൾ കാണപ്പെടുന്നുണ്ട്. 1908 രേഖകൾ പ്രകാരം പെരുമാട്ടിയിൽ 645 ഏക്കർ റിസർവ് വനം ഉണ്ടായിരുന്ന മനോഹരമായ ഗ്രാമമായിരുന്നു. 1849 നടപ്പിലാക്കിയ ജലസേചന പദ്ധതികളുടെ ഭാഗമായി പെരുമാട്ടിയിൽ അണക്കെട്ട് നിർമ്മിച്ചിരുന്നു. ജനറൽ കല്ലൻ എന്ന സായിപ്പാണ് അക്കാലത്ത് അതിന് മുൻകൈയെടുത്തത്. അതിനാൽ തന്നെ പെരുമാട്ടിയിലെ അണയുടെ പേര് കല്ലൻതോട് എന്നായി മാറി. ചിറ്റൂരിലുള്ള അണകളുടെ എല്ലാം സൃഷ്ടാവ് ജനറൽ കല്ലനായിരുന്നു. കിഴക്കേ അതിർത്തി മുതൽ
പടിഞ്ഞാറെ അതിർത്തി വരെ പുഴ ക്രമത്തിൽ 200 അടി വീഴ്ചയോടെ ഒഴുകുന്നതിനാൽ കൃഷിക്ക് ഉപയുക്തമാണെന്ന് കാട്ടി അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രകാരമാണ് അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടതെന്ന് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പെരുമാട്ടിക്ക് ആ പേര് വന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ചേരരാജ്യ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ചരിത്രത്തിന്. ഇവിടുത്തെ അതിപുരാതന കാലത്തെ ശിവക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിശേഷണമാണ് പെരുമാട്ടി. പെരുമാൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗമാണ് പെരുമാട്ടി എന്നത്. പെരുമാട്ടിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്രം നിലനിന്നിരുന്നു. ശിവപ്പെരുമാൻ എന്നാണ് ഗ്രാമീണർ ശിവനെ ഭക്തി ആദരപൂർവ്വം വിളിച്ചു പോന്നിരുന്നത്. ശിവക്ഷേത്രത്തോട് ചേർന്ന് ഭഗവതി ക്ഷേത്രവും സ്ഥാപിക്കപ്പെട്ടിരുന്നിരിക്കണം. ശിവനെ പെരുമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ ഭഗവതിക്ക് വിശേഷണം പെരുമാട്ടി എന്നായി. കുരുമ്പയും ആട്ടിയും ചേർന്ന് കുമ്മാട്ടി ആയതുപോലെ പെരുമാനും ആട്ടിയും ചേർന്ന് പെരുമാട്ടിയായി എന്നാണ് ചരിത്രകാരനായ VVK വാലത്ത് പാലക്കാട് ജില്ലയിലെ സ്ഥലചരിത്രങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പിന്നീട് പെരുമാട്ടി എന്ന സ്ഥലനാമത്തിന് കാരണമായി തീർന്നത്. നന്ദി, നമസ്കാരം.